അഭിഭാഷകയ്ക്ക് മർദ്ദനമേറ്റിട്ട് 2 ദിവസം പിന്നിടുകയാണ്. ബെയിലിൻദാസിനെ കണ്ടെത്താൻ വഞ്ചൂർ പോലീസിന് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. ഇതിനിടെ കഴിഞ്ഞ 2 ദിവസമായി ഒളിവിലായിരുന്ന ബെയിലിൻദാസ് മുൻകൂർ ജാമ്യാപേക്ഷ നൽകി. തിരുവനന്തപുരം സെഷൻസ് കോടതിയിലാണ് ജാമ്യാപേക്ഷ നൽകിയിട്ടുള്ളത്. മർദ്ദനമേറ്റ ശ്യാമലയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം പോലീസ് കേസെടുത്തിരുന്നു. മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം നടത്തിയെങ്കിലും സ്വിച്ച് ഓഫ് ആയതിനാൽ ലൊക്കേഷൻ കണ്ടെത്താനായില്ല. ഇയാൾ ഒളിവിൽ കഴിയാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ പോലീസ് തിരച്ചിൽ നടത്തിയിരുന്നു. പ്രതിയെ ഉടൻ പിടികൂടുമെന്ന് നിയമമന്ത്രി പി രാജീവ് ഇന്നലെ വ്യക്തമാക്കിയതോടെ പോലീസിനും സമ്മർദ്ദമേറി. കേസന്വേഷണ കാലയളവിൽ ബെയിലിൻദാസിനെ അഭിഭാഷക ജോലിയിൽ നിന്ന് വിലക്കിയ ബാർ കൗൺസിൽ നടപടിയെ അഡ്വക്കേറ്റ് ശ്യാമലയുടെ കുടുംബം സ്വാഗതം ചെയ്തു. പ്രതിയെ പിടികൂടുന്നത് വൈകുന്നതിനെതിരെ മുഖ്യമന്ത്രിയെ സമീപിക്കാനും കുടുംബം ആലോചിക്കുന്നുണ്ട്. അതേസമയം ജൂനിയർ അഭിഭാഷകർ ആരുടെയും അടിമകളല്ല എന്നുള്ള പോസ്റ്ററുമായി നിയമവിദ്യാർത്ഥികളും യുവ അഭിഭാഷകരും സോഷ്യൽ മീഡിയ ക്യാമ്പയിനും ആരംഭിച്ചു. LLB പഠിക്കുന്ന ഒരാളും ഒരു അടിമയെ പോലെ അല്ലെങ്കിൽ ഒരു സീനിയറിൻ്റെ അടുത്ത് ഓശാനിച്ച് നിൽക്കുന്ന രീതിയിലല്ല ജോലി ചെയ്യേണ്ടത്. അവർക്ക് സ്വതന്ത്രമായിട്ട് പ്രാക്ടീസ് ചെയ്യാനുള്ള എല്ലാ അവകാശങ്ങളും അഡ്വക്കേറ്റ്സ് ആക്ടിലും ബാർ കൗൺസിലും നൽകുന്നുണ്ട്. ആ അവകാശങ്ങൾക്കുള്ളിൽ നിന്ന് പ്രവർത്തിക്കുകയാണ് ഒരു അഭിഭാഷകൻ ചെയ്യേണ്ടത്. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ CPM സ്ഥാനാർത്ഥിയായി മത്സരിച്ചയാളാണ് പ്രതി ബെയിലിൻദാസ് എന്നും സർക്കാർ ശ്രമിക്കുന്നത് പാർട്ടി ബന്ധുവായ പ്രതിയെ രക്ഷിക്കാനാണെന്നുമുള്ള രാഷ്ട്രീയ ആരോപണവുമായി പ്രതിപക്ഷ നേതാവും ഇന്ന് വാർത്താക്കുറിപ്പിറക്കി. മർദ്ദനത്തിൽ കവിളിലിനും കണ്ണിനും ഗുരുതര പരിക്കുള്ള ശ്യാമലി ഇന്നലെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു. തന്നെ മർദ്ദിച്ച പ്രതിയെ ഒളിവിൽ പോകാൻ സഹായിച്ചത് ബാർ അസോസിയേഷൻ സെക്രട്ടറിയാണെന്ന് അഭിഭാഷക ആരോപിച്ചിരുന്നു. ഇരയ്ക്കൊപ്പമാണ് തങ്ങളെന്നാണ് ബാർ അസോസിയേഷന്റെ ഇപ്പോഴത്തെ നിലപാട്. പക്ഷേ സംഭവം നടന്ന സമയത്ത് ഈ അഭിഭാഷകന്റെ അറസ്റ്റ് തടഞ്ഞത് ഇതേ ബാർ അസോസിയേഷൻ തന്നെയാണ്. അതുകൊണ്ടാണ് ബെയിലിൻദാസ് എവിടെയാണെന്ന് കണ്ടെത്താൻ ഇതുവരെ കേരള പോലീസിന് സാധിക്കാത്തത്. ജിബിൻ JB, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.